പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൊല്ലാറ ഫുഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു അടിപൊളി ജാതിക്കച്ചാറാണ്. അപ്പോൾ നമ്മളതിലേക്ക് ആവശ്യമായിട്ട് 2.5 കിലോ ജാതിക്കയാണ് ഞാൻ അരിഞ്ഞ് ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ജാതിക്കത്തൊണ്ടാണ് കുരുവും ജാതിപത്രിയും മാറ്റിയതിന് ശേഷമുള്ളതാണ്. അത് നമ്മൾ ജസ്റ്റ് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മുളക് പൊടി, ഉലുവ, കായം, കടുക് കൂടെ പൊടിച്ചതാണിത്, ഉപ്പ് കല്ലുപ്പാണ്, വിനാഗിരി, ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമ്മൾ വഴറ്റാനിട്ട ജാതിക്കകത്തുകൊണ്ട് നന്നായി വാടി വന്നിട്ടുണ്ട്. അതിനെ നമ്മൾ കോരി മാറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ എണ്ണ നന്നായി വാറ്റിയെടുക്കുകയാണ്, കാരണം ഈ എണ്ണയിൽ തന്നെയാണ് നമുക്ക് അടുത്ത ഇത് തയ്യാറാക്കേണ്ടത്. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ കടുക് നന്നായി പൊട്ടി വന്നപ്പോൾ നമ്മൾ ചതച്ച് വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും അതിൽ ചേർക്കുകയാണ്. അത് നന്നായി മുരിഞ്ഞ് വരുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി 100 ഗ്രാം വെളുത്തുള്ളി, 50 ഗ്രാം ഇഞ്ചി, 50 ഗ്രാം പച്ചമുളകാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് നമുക്ക് വേണമെങ്കിൽ നന്നായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും. പക്ഷേ അരച്ചെടുക്കുമ്പോൾ നമുക്കത് ഗ്രേവിക്ക് കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരച്ച് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ അത് നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മുളക് പൊടി ചേർക്കുകയാണ്. മുളക് പൊടി നന്നായിട്ട് ഒന്ന് കളറ് മാറി വരണം. അപ്പോൾ നമ്മൾ നന്നായി മുളക് പൊടി മൂത്ത് വരുമ്പോഴാണ് മൂത്ത് വന്നതിന് ശേഷം നമ്മളതിലേക്ക് വിനാഗിരി ചേർക്കും. ഈ വിനാഗിരി ഒഴിച്ച് നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. പക്ഷേ ഞാനത് നോക്കിയിട്ടേ ചേർക്കണുള്ളൂ, കാരണം ജാതിക്കകത്തുകൊണ്ട് നമ്മൾ ഉപ്പ് തിരുമ്മി വെച്ചിരുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഉപ്പ് ചേർക്കണില്ല. പിന്നെ അതിലേക്ക് ഉലുവയും കായവും പൊടിച്ചതാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. എടുത്ത് വെച്ച പൊടി ഞാൻ മൊത്തം ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് നമ്മൾ നന്നായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് തിളപ്പിച്ചിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ അത് നന്നായി തിളച്ച് കുറുകി വന്നപ്പോൾ നമ്മളതിലേക്ക് ഈ ജാതിക്കകത്തുകൊണ്ട് ഇട്ടു, ഇളക്കിയെടുത്തു. ഇപ്പം അടിപൊളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ.